ഹെൽപ്പ് മീ ലോഡ് എന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് മുഖത്തെ ചുളിവുകൾ. അതായത് പ്രായം കൂടിയുണ്ടാകുന്ന ചുളിവുകളല്ല, അതല്ലാതെ തന്നെ ചെറുപ്പത്തിൽ തന്നെ കാണുന്ന ചുളിവുകളാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് കാരണം നമ്മുടെ ചർമ്മത്തിനും നമുക്കും ഒത്തിരി പ്രായം തോന്നിക്കും. മുഖത്തെയും നമ്മുടെ ശരീരത്തിലെയും ചുളിവുകൾക്ക് കാരണങ്ങൾ പലതുണ്ട്. ഞാൻ പല വീഡിയോകളിലും ഇത് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും മെയിനായിട്ടുള്ള ഒരു പ്രശ്നമാണ് വെള്ളം നന്നായി കുടിക്കാത്തത്. ദിവസം കുറഞ്ഞത് 3-4 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം. ഇത് മസ്റ്റാണ്. പിന്നെയുള്ള കാരണങ്ങളെന്ന് പറയുന്നത് അമിതമായുള്ള ടെൻഷൻ, സ്ട്രെസ്സ്, പിന്നെ നമുക്ക് സ്യൂട്ടാകാത്ത ക്രീമുകൾ, മേക്കപ്പ് ഉപയോഗിക്കുന്നത്, സൂര്യപ്രകാശം, ഇതൊക്കെ ഇതിന് കാരണമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചുളിവുകൾ, പ്രത്യേകിച്ച് മുഖത്തെ ചുളിവുകൾ അധികം ചിലവില്ലാതെ തന്നെ കുറച്ച് ദിവസം മെനക്കെട്ടാൽ എങ്ങനെ പൂർണ്ണമായി മാറ്റാം എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ചെയ്യാൻ പറ്റുന്ന ടിപ്സാണ്. ഇത് മുഖത്ത് മാത്രമല്ല കഴുത്തിലും അപ്ലൈ ചെയ്യാൻ മറക്കരുത്. കാരണം ഞാൻ എപ്പോഴും പറയും, നമ്മൾ ബ്യൂട്ടി ടിപ്സ് അപ്ലൈ ചെയ്യുമ്പോൾ മുഖത്ത് മാത്രം അപ്ലൈ ചെയ്താൽ കഴുത്തിനൊരു കളറ്, മുഖത്ത് വേറെ കളറ്, അത് കാണാൻ കൊള്ളില്ല. അതുകൊണ്ട് എന്ത് മുഖത്തിട്ടാലും അത് കഴുത്തിലും അപ്ലൈ ചെയ്യാൻ മറക്കരുത്. തൈര് ഏറ്റവും ബെസ്റ്റായ ഒരു സാധനമാണ്. ലേശം തൈരെടുത്ത് മുഖത്ത് അപ്ലൈ ചെയ്ത് ചെറുതായിട്ട് മസാജ് ചെയ്യാം. 20 മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയാം. ഇത് കയ്യിലും കാലിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ്. ലേശം വെളിച്ചെണ്ണയിൽ 6-7 തുള്ളി നാരങ്ങാനീര് മിക്സ് ചെയ്ത് ഇത് മുഖത്ത് പുരട്ടി മസാജ് ചെയ്ത് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇളം ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാം. പഴുത്ത പപ്പായ അല്ലെങ്കിൽ ഓമയ്ക്ക ഇത് പേസ്റ്റാക്കി മുഖത്തിടുന്നത് വളരെ നല്ല ഗുണം കിട്ടുന്ന ഒന്നാണ്. ഇതിനു മുമ്പ് മുഖം കളർ കൂടാനായിട്ട് ഞാനൊരു ടിപ്പ് പറഞ്ഞിട്ടുണ്ട്. അത് പപ്പായ ടിപ്പ് തന്നെയാണ്. ഇനി ഈ പപ്പായയിൽ വേണമെങ്കിൽ ബദാം ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ചേർത്തും അപ്ലൈ ചെയ്യാം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇളം ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാം. നല്ല പഴുത്ത തക്കാളി ഉടച്ച്, അതല്ലെന്നുണ്ടെങ്കിൽ പഴുത്ത തക്കാളിയുടെ അകത്തെ പൾപ്പ് എടുത്ത ശേഷം അതിൽ 7-8 തുള്ളി ചെറുനാരങ്ങ നീര് മിക്സ് ചെയ്ത് ഇത് നല്ല പേസ്റ്റ് ആക്കിയിട്ട് മുഖത്ത് പുരട്ടാം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകിക്കളയാം. കുറച്ച് ഉലുവ വെള്ളത്തിലിട്ട് കുതിർക്കുക. ഇത് കുതിർന്ന ശേഷം അരച്ച് പേസ്റ്റാക്കി ഇത് മുഖത്തിടാം. ഇതും അരമണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകിക്കളയാം. ബദാം ഓയിൽ പുരട്ടി മസാജ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. 2-3 ബദാം പാലിലിട്ട് കുതിർക്കുക. അതിനുശേഷം ഈ പാലിൽ തന്നെ ഈ ബദാം അരച്ച് മുഖത്ത് പുരട്ടാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. എന്നിട്ട് ഇത് ഉണങ്ങിയിട്ടോ അല്ലെങ്കിൽ അരമണിക്കൂറോ കഴിഞ്ഞ് കഴുകിക്കളയാം. നല്ലപോലെ പഴുത്ത പഴം, അത് ഏത് പഴമായാലും മതി, അതിൽ ലേശം തേൻ ചേർത്ത് ഈ പഴവും നന്നായിട്ട് ഉടച്ച് മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടാം. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇത് കഴുകിക്കളയാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ടിപ്സ് എല്ലാം ഡെയിലി ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാം കൂടി ഒരേ ദിവസം ചെയ്യണ്ട. നിങ്ങൾക്ക് ഒരു ദിവസം ഒരെണ്ണം ചെയ്താൽ മതി. ഈ പറഞ്ഞിരിക്കുന്നതിൽ ഇപ്പം നിങ്ങൾക്ക് 2-3 എണ്ണം ചെയ്യാൻ പറ്റുന്നതാണ്. ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ടിപ്പ് ഒരു ദിവസം, പിറ്റേ ദിവസം വേറെ ടിപ്പ്, അങ്ങനെ ചെയ്യാം. എല്ലാം കൂടി ഒരു ദിവസം ചെയ്യരുത്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്യൂട്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു ടിപ്പ് സെലക്ട് ചെയ്ത ശേഷം ഡെയിലി അത് ചെയ്യാം. ചില ടിപ്സ്, അതായത് ചില പേസ്റ്റുകൾ നമുക്ക് മുഖത്തിട്ടിട്ട് അത് നടക്കാൻ പറ്റില്ല, ജോലി ചെയ്യാൻ പറ്റില്ല, അത് മുഖത്തു നിന്ന് ഇളകി വീഴാൻ ചാൻസ് ഉണ്ട്. എക്സാമ്പിള് പഴത്തിൻ്റെ, പപ്പായയുടെ. അപ്പോൾ ഇതൊക്കെ കിടന്ന് ചെയ്യേണ്ട ടിപ്സുകൾ കിടന്ന് തന്നെ ചെയ്യുക. അത് മുഖത്തിട്ട ശേഷം അരമണിക്കൂർ ഫ്രീ ആയിട്ട് കിടക്കാം. അപ്പോൾ ഇതെല്ലാ ഫേസുകാർക്കും ചെയ്യാൻ പറ്റുന്നതാ. ഈ പ്രശ്നമുള്ളവരൊക്കെ ട്രൈ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു കുക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ടിപ്സുമായി ഞാൻ ഉടൻ വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലസ് യു.